തണലു കിട്ടാൻ തപസ്സിലാണിന്നിവിടെയെല്ലാ മലകളും. ദാഹനീരിനു നാവുനീട്ടി വരണ്ടു പുഴകൾ സർവ്വതും. കാറ്റുപോലും വീർപ്പടക്കി കാത്തുനിൽക്കും നാളുകൾ. ഇവിടെയെങ്ങൻ പിറവിയെന്നായി വിത്തുകൾ തൻ മന്ത്രണം. ജീവന്റെ ഉത്ഭവം ജലത്തിൽ നിന്ന്. ജീവന്റെ നിലനിൽപ്പും ജലത്തിലാണ്. ജലത്തിൻ്റെ ദൗർലഭ്യം ജീവന്റെ സംഹാരത്തിനും കാരണമാകും. ഒരേ സമയം സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒരുപോലെ നമുക്ക് കാണാനാവുന്ന ഒരു പ്രതിഭാസത്തെ പ്രത്യേകം ഓർക്കേണ്ട ഒരു ദിവസമാണെന്ന്. മാർച്ച് 22 ലോക ജലദിനം. ഭൂമിയുടെ 72% ജലമാണെന്നാണ് കണക്ക്. 28% കര. 72% വരുന്ന ജലം, അതിൻ്റെ 97% കടൽ വെള്ളമാണ്. ഉപ്പുരസമാണ്, കുടിക്കാൻ പറ്റില്ല. ബാക്കി 3%-ൽ 2% ധ്രുവപ്രദേശങ്ങളിലെ ഹിമാനികളാണ്, ഗ്ലാസിയേഴ്സ്. ഹിമാനികൾ അല്ലെങ്കിൽ മഞ്ഞുമലകൾ ശുദ്ധജലമാണ്, പക്ഷെ കിട്ടാൻ പ്രയാസമാണ്. ബാക്കി വരുന്ന 1%. ഈ 1%-മാണ് ഭൂമിയിൽ കുടിവെള്ളമായിക്കൊണ്ട് 800 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. പക്ഷേ ധാരാളം ജനങ്ങൾ വെള്ളം കിട്ടാത്ത പ്രയാസത്തിലാണ്. 10 പേരിൽ 8 പേർ ശുദ്ധജലം കിട്ടാത്ത പ്രയാസം അനുഭവിക്കുന്നു എന്നാണ് കണക്ക്. എത്രത്തോളം പ്രാധാന്യമാണ് ജലം, എത്രത്തോളം ഗൗരവത്തോടുകൂടിയാണ് ജലസംരക്ഷണം നമുക്ക് ജീവിതത്തിൻ്റെ തപസ്വിയാക്കേണ്ടത്. ഒരു കാലത്ത് ഒരുപാടുണ്ടായിരുന്നു. ആ സമയത്ത് വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചവരാണ് നമ്മുടെ പൂർവികർ. ഇന്ന് നമുക്ക് ജലത്തിൻ്റെ ദൗർലഭ്യമുണ്ട്, പക്ഷെ ഉപയോഗം വളരെ കൂടുതലാണ്. കിണ്ടിയിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അംഗസ്നാനം ചെയ്തിരുന്ന, കൈകൾ കഴുകിയിരുന്ന, കാല് കഴുകിയിരുന്നൊരു കാലം അവിടെ നിന്ന് ഹാൻഡ് ഷവർ ഉപയോഗിച്ചുകൊണ്ട് അനുസ്യൂതം വെള്ളം കളയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ മാറിയിരിക്കുന്നു. വെള്ളം കോരി കുളിച്ചിരുന്ന കാലത്ത് നിന്നും ബാത്ത് ടബിലേക്ക് വെള്ളം നിറച്ചിട്ട് കുളിച്ചിട്ട് ആ വെള്ളം മുഴുവനും ഒഴുക്കിക്കളയുന്ന ഒരു ദുരവസ്ഥയിലേക്ക് പുതുതലമുറ മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഷവറുകളും ഹാൻഡ് ഷവറുകളും കുളിക്ക് ഉപയോഗിക്കുമ്പോൾ ഗാലൻസ് ഓഫ് ലിറ്റേഴ്സ് വെള്ളം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ തലമുറയെ നമുക്ക് പഠിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠം, യാത്രക്കിടയിൽ എവിടെയെങ്കിലും വെള്ളം വിറ്റ് വീഴുന്നൊരു പൈപ്പ് കണ്ടാൽ എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും അവിടെ ചെന്ന് അതൊന്ന് ക്ലോസ് ചെയ്ത് ഓരോ തുള്ളി വെള്ളം കൊണ്ടുണ്ടാകുന്ന വലിയ ഒരു ജലദൗർലഭ്യത്തെ തടയാൻ നമ്മുടെ കൈകൾ പ്രവർത്തിക്കണം എന്ന് പുതുതലമുറയെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കൈകൾ കഴുകിയ ശേഷം മുഖം കഴുകുമ്പോഴോ ഗാർഗിൾ ചെയ്യുമ്പോഴോ ഇടത്തെ കൈ ടാപ്പിൻ്റെ നോബിലുണ്ടായിരിക്കണം എന്ന് മക്കളെ പഠിപ്പിക്കണം. ജലത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് കുട്ടികൾ അറിയട്ടെ, മനസ്സിലാക്കട്ടെ. ഈ ജലദിനം ഭാവിയിലേക്ക് വരുന്ന തലമുറയിൽ നിന്നും കടമെടുത്തിരിക്കുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ, കഴിഞ്ഞ തലമുറയിൽ നിന്നും അവകാശമായി കിട്ടിയതല്ല, വരുന്ന തലമുറയിൽ നിന്നും കടമെടുത്തതാണ്, തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഈ ധാരണയിൽ മക്കളെ വളർത്താൻ ഈ ലോക ജനദിനത്തിൽ നമുക്ക് സാധിക്കട്ടെ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ